ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ മട്ടൻ ഫ്രൈ ആണ്. ഇതെങ്ങനെ ഫ്രൈ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ആദ്യം തന്നെ മട്ടൻ നന്നായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞ് കൊണ്ടുവരണം. അതിനുശേഷം നന്നായിട്ട് വരഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് ഇതിലേക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി, ചില്ലി ഫ്ലേക്സ്, റെഡ് ചില്ലി പൊടി, ഇത്തിരി മസാല, ഇത്തിരി ചെറുനാരങ്ങ നീര്, അല്പം ഓയിൽ, ഇതെല്ലാം കൂടി കൂട്ടി തിരുമ്പി വെച്ചിരിക്കുന്ന ഇത് വെച്ചിട്ട് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് മാഗ്നേറ്റ് ചെയ്തിട്ട് എടുത്തതാണിത്. ഇത് നമുക്കിനി എയർ ഫ്രയറിലേക്ക് വെക്കാം. 20 മിനിറ്റ് എയർ ഫ്രയറിൽ വെക്കണം. അത് ഞാൻ കാണിച്ചു തരാം. എയർ ഫ്രയർ ഓണാക്കി ഇത് ഇങ്ങനെ നമ്മൾ ഇതേപോലെ വെച്ചു. എന്നിട്ട് നമുക്ക് ഇതിൽ അല്പം, ഇത് ഇംഗ്ലീഷുകാരുടെ ഫ്രൈ ആണ് കേട്ടോ, അപ്പൊ അവരുടെ മോഡലാണ്. അവര് കുരുമുളകാണ് അധികം ഇടുക, നമ്മള് ചുവന്ന മുളക് പൊടി ഇട്ടു. എന്നിട്ട് ഇതിൽ റോസ്മേരി വെച്ചു. കണ്ട, റോസ്മേരി കൂടെ വെച്ചു. കണ്ട, എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിൽ 20 മിനിറ്റ് വെക്കാം. അപ്പോഴേ നമ്മള് എയർ ഫ്രയറിൽ വെച്ച നമ്മുടെ മട്ടൻ ഫ്രൈ ആയോ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അങ്ങനെ ഇടയ്ക്കൊന്ന് മറിച്ചിട്ടായിരുന്നു കേട്ടോ. ശരിയായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ റോസ്മേരി ഒക്കെ വെച്ച് വീട്ടിൽ ഞാൻ റോസ്മേരി ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ മട്ടൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കേ ഇനി ഒരല്പം കഴിച്ചു നോക്കട്ടെ ഞാൻ എല്ലാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂട് കൈ പൊള്ളിയിട്ടെടുക്കാൻ പറ്റുന്നില്ല. എന്ത് ടേസ്റ്റാ! വളരെയധികം നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്കിങ്ങനെ നാരങ്ങ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് അല്പം, കഴിക്കണ നേരത്തെ അല്പം നാരങ്ങ നീരൊക്കെ ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുത്ത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. സബോളയൊക്കെ കൂട്ടി വെച്ച് നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. ഇതും പ്രകാരം നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അധികം ഓയിലൊന്നും നമ്മുടെ വയറ്റിൽ പോകുകയില്ല. ഈ മട്ടനില് ഭയങ്കരമായിട്ട് നെയ്യുണ്ടായിരുന്നു. ആ നെയ്യെല്ലാം അടിയിലേക്ക് വാർന്നു പോവുകയും ചെയ്യും. നന്നായിട്ട് നമുക്ക് ശരീരത്തിന് ദോഷകരമല്ലാത്ത പോലെ നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം. ബൈ.